ഞാൻ സുകുമാരി ചേച്ചിയുടെ ആമുഖം പറഞ്ഞപ്പോൾ പറഞ്ഞു, സിനിമയുടെ ബാല്യവും കൗമാരവും യൗവനവും ഒക്കെ കണ്ടിട്ടുള്ള ഒരാളാണ്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമകൾ തൊട്ട് തുടങ്ങിയിട്ടുള്ള ഒരു കാലഘട്ടമാണ്. അപ്പോൾ ഓരോ കാലഘട്ടത്തിലും സുകുമാരി അമ്മയെ അടുത്തറിഞ്ഞവരുണ്ട്, ഓരോ കാലഘട്ടത്തിലും ആ വാത്സല്യം അനുഭവിച്ചവരുണ്ട്. ഒരാൾ കൂടി ഇപ്പോൾ സുകുമാരി അമ്മയെ ഓർക്കുന്നതിന് വേണ്ടി നമ്മളോടൊപ്പം കൂടുകയാണ്. മലയാള സിനിമയുടെ ഒരു എവർഗ്രീൻ റൊമാൻറ്റിക് ഹീറോ, ഒരുപാട് സൂപ്പർ ഹിറ്റ് ചിത്രങ്ങളിലെ നായകൻ, അന്നും ഇന്നും മലയാളികൾക്ക് ഒരുപോലെ പ്രിയപ്പെട്ട അഭിനേതാവ്, സ്നേഹപൂർവ്വം ഓർമ്മയിലെന്നും സുകുമാരി അമ്മ എന്ന ഈ പരമ്പരയിലേക്ക് സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ട ശങ്കർ സാർ. ശങ്കർ സാർ, സ്വാഗതം ഓർമ്മയിലെന്നും സുകുമാരി അമ്മ എന്ന് പറയുന്ന ഈ പരമ്പരയിലേക്ക്. ഒരു യാദൃശ്യമായ ഒരു സാമ്യത, മലയാളിയാണ് സുകുമാരി അമ്മയെങ്കിലും സുകുമാരി അമ്മ ആദ്യം ചെയ്തത് തമിഴ് സിനിമയാണ്. അവിടെ ഒരു വലിയ വിജയങ്ങൾ ഉണ്ടാക്കിയ ശേഷമാണ് മലയാളത്തിലേക്ക് വന്നത്. ശങ്കർ സാറും അതുപോലെ തന്നെയാണ്. ആദ്യത്തെ ഒരു സൂപ്പർ ഡൂപ്പർ ഹിറ്റ് എന്ന് പറയുന്നത് ഒരു തലൈ രാഗം എന്ന് പറയുന്ന തമിഴ് സിനിമയായിരുന്നു. എന്നിട്ടാണ് മലയാളത്തിലേക്ക് വരുന്നത്. എനിക്ക് ഒരുപാട് സിനിമകൾ നിങ്ങൾ ഒന്നിച്ചുണ്ടെങ്കിലും പൂച്ചയ്ക്കൊരു മൂക്കുത്തിയിലല്ലേ നമ്മുടെ വാതാബി ഗണപതി, അതിന്റെ മെലഡി വെർഷനും ഡിസ്കോ വെർഷനും ഒക്കെ ആയിട്ട് ചെയ്യുന്നില്ല. കണ്ണനെ കണ്ടു സഖി എന്ന് പറഞ്ഞ് പാടുന്നു, അതില് സുകുമാരി അമ്മ ഡാൻസ് കളിക്കുന്നു. ഇപ്പൊ ലാൽജോ സാറ് ഞങ്ങൾക്ക് പരിചയമുള്ളൊരു കാലഘട്ടത്തിലെ പറ്റി പറഞ്ഞു. ആ സമയത്തെ സുകുമാരി അമ്മ നിങ്ങളുടെ അടുത്തൊക്കെ ഈ പറഞ്ഞ പോലെയൊക്കെ തന്നെ ആയിരുന്നു 80കളുടെ ഒരു തുടക്കത്തിൽ? ഞാൻ ആദ്യമായിട്ട് സുകുമാരി ചേച്ചിയെ കാണുന്നത് കാട്ടുപോത്ത് എന്ന് പറയുന്ന ഒരു സിനിമയുടെ, അതിൽ മൗസാറും ഞാനുമാണ് അഭിനയിച്ചത്. അപ്പോൾ അന്ന് പീരിമേഡിലായിരുന്നു ഈ ഫിലിമിൻ്റെ ഷൂട്ടിംഗ്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ, അന്നത്തെ കാലഘട്ടമല്ലേ, അപ്പോൾ എനിക്ക് മുറിയില്ല. അപ്പോൾ പ്രൊഡക്ഷൻ കൺട്രോളർ പറഞ്ഞു, സാർ മുറി ആയിട്ടില്ല. അന്ന് ഈ ഗസ്റ്റ് ഹൗസുകളിലൊക്കെയാണ് അവിടെ താമസിക്കുന്നത്, ഗവൺമെൻറ് ഗസ്റ്റ് ഹൗസുകളിലും. അപ്പോൾ പറഞ്ഞ് ഇവിടെ റൂമുണ്ട്, സാർ ഒന്ന് കുളിച്ചിട്ട് റെഡി ആയി കഴിഞ്ഞാൽ ഷൂട്ടിങ്ങിന് പോകാൻ, തിരിച്ചു വരുമ്പോൾ റൂം റെഡി ആയിരിക്കുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരി ഓക്കെ, ഒന്നും പറയാനൊന്നും പോയില്ല, അന്ന് പ്രതികരിക്കൊന്നുമില്ല. ഓക്കെ ശരി എന്നും പറഞ്ഞിട്ട് പോയി എൻ്റെ പെട്ടിയൊക്കെ അവിടെ വെച്ചു. ഞാൻ കുളിച്ച് റെഡിയായി ഷൂട്ടിങ്ങിന് പോയി. അപ്പൊ സുകുമാരി ഒരു പരസ്യം കയറ്റിക്കോട്ടെ, ഈ അന്ന് പ്രതികരിക്കൊന്നുമില്ല എന്ന് പറയുന്നത് ഒരു കാലഘട്ടത്തെ സിനിമയെ അടയാളപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. അഭിനയിക്കാൻ പോയൊരു സ്റ്റാറിന് റൂമില്ലാത്ത കാര്യമാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇല്ല, അന്ന് ഞാൻ ഈ ഒരു തലൈ രാഗം 365 ദിവസം കളിച്ച സിനിമയാണ് തമിഴ്നാട്ടില്. മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ അതുപോലെ വലിയ സൂപ്പർ. അത് കഴിഞ്ഞിട്ടാ പോകുന്നത്. അതാ ഞാൻ പറഞ്ഞു, അത് കഴിഞ്ഞിട്ട് പോയൊരു ഹീറോയ്ക്ക് റൂമില്ല, ഗസ്റ്റ് ഹൗസിൽ കുളിച്ചിട്ട് വരുമ്പോ വൈകുന്നേരം തരാഞ്ഞപ്പം ഞാനൊന്നും പറഞ്ഞില്ല എന്ന് പറഞ്ഞത് ഇപ്പം വളരെയധികം അപ്രീഷിയേറ്റ് ചെയ്യേണ്ട, അല്ലെങ്കിൽ ചിന്തിക്കാൻ പറ്റാത്തൊരു കാര്യമായിട്ട് അത് ഒന്നുകൂടെ കോട്ട് ചെയ്ത് പറഞ്ഞത്, അല്ലെ ഒഴുകി പോവത്. പറയൂ. അല്ല, സുകുമാരി ചേച്ചി അപ്പൊ ഷൂട്ടിങ്ങിന് പോയി. അപ്പോൾ സുകുമാരി ചേച്ചി അവിടെ ഉണ്ടായിരുന്നു, പരിചയപ്പെട്ടു. ആദ്യമായിട്ടാണ്, ഒരുപാട് സിനിമകളിൽ കണ്ടിട്ടുണ്ട്, പക്ഷെ ആദ്യമായിട്ടാണ് അവരെ നേരിട്ട് കാണുന്നത്. എൻ്റെ അടുത്ത് വന്നിരുന്ന് കുറച്ചു നേരം സംസാരിച്ചു. അതിനുശേഷം വൈകിട്ട് അവർ അതിൻ്റെ ഇടയിൽ ഷൂട്ടിങ് കഴിഞ്ഞ് പോയി. വൈകിട്ട് ഞാൻ അവിടെ ചെന്നപ്പോൾ, റൂമിൽ ചെന്നപ്പോൾ, ഞാൻ കുളിച്ച റൂമിൽ തന്നെ എൻ്റെ പെട്ടി അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ പ്രൊഡക്ഷൻ കൺട്രോളർ ഇത് തന്നെയാണ് മുറി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇത് സുകുമാരി ചേച്ചിയുടെ മുറിയാണ്, അവർ വേറൊരു സ്ത്രീയുടെ കൂടെ അഡ്ജസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞു പോയി. എനിക്ക് മുറി കിട്ടിയില്ല ശരിക്കും, പക്ഷെ അവർ അഡ്ജസ്റ്റ് ചെയ്തു. അതാണ് സുകുമാരി ചേച്ചി. ഒരുപാട് ചിത്രങ്ങളിൽ അതിന് ശേഷം ഞാൻ അഭിനയിച്ചവരുടെ കൂടെ എനിക്ക് തോന്നുന്നു ഞാൻ അഭിനയിച്ച ഒരു 60% സിനിമകളിലും സുകുമാരി ചേച്ചി അമ്മയായിട്ടോ അല്ലെങ്കിൽ കാമുകിയുടെ അമ്മയായിട്ടോ അങ്ങനെ അല്ലാതെ പല വേഷങ്ങളിലും അവർ അഭിനയിച്ചിട്ടുണ്ട്. അവര് വളരെ കെയറിങ് ആയിട്ടുള്ള ഒരു ലേഡിയാണ്. ഒരു അമ്മ എന്ന് പറയാം, നമുക്ക് അമ്മ എന്ന് പറയാം. അത്രയും എവിടെ ഇപ്പം നമ്മൾ ഷൂട്ടിങ്ങിന് ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ ഫുഡ് കഴിച്ചു എന്ന് അവർ അന്വേഷിക്കും. പലപ്പോഴും ട്രിവാൻഡ്രം ഷൂട്ടിങ് നടക്കുമ്പോൾ ഫുഡ് വരുന്നത് പല സ്ഥലങ്ങളൊന്നും ആയിരിക്കും, അവർക്ക് ഒരുപാട് റിലേഷൻസ് ഉള്ള സ്ഥലം. അപ്പോൾ അവരിന്ന് ഫുഡ് വരുമ്പോൾ നമ്മളെ വിളിക്കും, ഇന്ന് നമുക്കിവിടെ കഴിക്കാം എന്ന് പറഞ്ഞിട്ട് റൂമിലേക്ക് വിളിക്കും. അതിന് അത്രയും കെയറിങ് ആയിട്ടുള്ള ഒരു മനുഷ്യസ്നേഹിയാണ്. അതാണ് അതിന്റെ കാര്യം. ഒരാളോടും വ്യത്യാസമില്ല. ഇപ്പൊ ഒരു ഹീറോനോട് ഇങ്ങനെ പെരുമാറി ഒരു അസിസ്റ്റന്റ് ഡയറക്ടറോട് ഇതേപോലെ തന്നെയാണ് പെരുമാറുന്നത്. അതാണ് എല്ലാവരോടും അങ്ങനെ തന്നെ. ഈവൻ പ്രൊഡക്ഷൻ ബോയ്സ് ആയാലും അല്ലെങ്കിൽ ആ സിനിമയിൽ വർക്ക് ചെയ്യുന്ന എല്ലാവരോടും ഒരേ സമീപനമാണ്.